എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ക്രോപ്പ് ടോപ്പ് അതുപോലെ തന്നെ പ്ലാസോ പാൻറ്റും ഷ്രഗും വരുന്നൊരു മോഡലാണ് നമ്മൾ ചെയ്യുന്നത്. പക്ഷേ ഇത് നമ്മൾ 2 പാർട്ടായിട്ടാണ് ചെയ്യുന്നത്. എല്ലാം കൂടെ ഒന്നിച്ചിട്ട് ഒരു വീഡിയോയിൽ അപ്ലോഡ് ചെയ്യാന്ന് പറയുമ്പോൾ ഒത്തിരി ലെങ്തി വീഡിയോ ആയിപ്പോകും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ 2 പാർട്ടായിട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ ക്രോപ്പ് ടോപ്പ് എങ്ങനെയാണ് ചെയ്യാന്നുള്ളതാണ് കാണിക്കുന്നത്. പ്രിൻസസ് കട്ട് മോഡലിലാണ് ചെയ്യുന്നത്. അതായത് അടുത്ത വരുന്ന വീഡിയോയിൽ നമ്മൾ പ്ലാസോ അതുപോലെ തന്നെ ഷ്രഗും ലോങ് ഷ്രഗ് എങ്ങനെയാണെന്നുള്ളതും കൂടി കാണിക്കാം കേട്ടോ. അപ്പോൾ ഇതിന് വേണ്ടി ഞാൻ എടുത്തിട്ടുള്ളത് ഹെക്കോബ മെറ്റീരിയലാണ്. 1 മീറ്ററാണ് എടുത്തിട്ടുള്ളത്. ഹെക്കോബ മെറ്റീരിയൽ എന്ന് പറയുന്നത് ഒരുപാട് റേറ്റിൽ വരുന്ന ടൈപ്പ് മെറ്റീരിയലാണ്. അതായത് കുറഞ്ഞത് മുതൽക്ക് നല്ല കൂടിയ റേറ്റിൽ വരെയുള്ള മെറ്റീരിയൽ അവൈലബിൾ ആണ്. അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് എന്ന് പറയുന്നത് 240 ആണ് പെർ മീറ്ററിന് റേറ്റ് വരുന്നത്. അപ്പോൾ അതിലും കുറഞ്ഞതുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല. അത് പിന്നീട് അവിടെ നിന്ന് അങ്ങോട്ട് റേറ്റ് കൂടുതലായിട്ടാണ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഏത് മെറ്റീരിയൽ വേണമെന്നുണ്ടെങ്കിലും ചൂസ് ചെയ്യാം കേട്ടോ. ലൈനിങ് ഞാനിവിടെ 4 ആക്കിയിട്ട് മടക്കിയിട്ടിട്ടുണ്ട്. ലെങ്ത്ത് എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എത്രയാണ് ലെങ്ത്ത് വേണ്ടതെന്ന് വെച്ചാൽ അതിനോടൊപ്പം 1 ഇഞ്ച് എക്സ്ട്രാ സീം അലവൻസ് ആയിട്ട് എടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിവിടെ 19 ഇഞ്ചാണ് എടുത്തിട്ടുള്ളത്. അതായത് 18 ഇഞ്ച് ടോപ്പിൻ്റെ ലെങ്ത്തും 1 ഇഞ്ച് എക്സ്ട്രാ സീം അലവൻസും കൂടി ആഡ് ചെയ്തിട്ട് 19 ഇഞ്ച് ലെങ്ത്താണ് എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മൾ മടക്കിയിടുന്ന സമയത്ത് ആ വിഡ്ത്ത് എന്ന് പറയുന്നത് സാധാരണ നമ്മൾ എടുക്കുന്നതിനേക്കാളും 1 ഇഞ്ച് എക്സ്ട്രാ നമ്മൾ വിഡ്ത്ത് ആഡ് ചെയ്യണം. അപ്പോൾ നമ്മൾ സാധാരണ ഒരു 11 ഇഞ്ചാണ് എടുക്കണമെന്നുണ്ടെങ്കിൽ 12 ഇഞ്ചായിട്ട് നിങ്ങൾ കൺവേർട്ട് ചെയ്തിട്ട് 1 ഇഞ്ച് എക്സ്ട്രാ വിഡ്ത്ത് ആഡ് ചെയ്യണം കേട്ടോ. അത് സാധാരണയിൽ നിന്ന് കുറച്ചധികം ക്ലോത്ത് ഉണ്ടാകുന്നത് നമുക്ക് നല്ലതാണ്. കാരണം കട്ട് ചെയ്തിട്ട് അവസാനം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ നമ്മുടെ നോർമൽ അളവ് കിട്ടണം എന്നുണ്ടെങ്കിൽ 1 ഇഞ്ച് നമ്മൾ എക്സ്ട്രാ ക്ലോത്ത് എടുക്കണം കേട്ടോ. ഇനി നമുക്ക് ഷോൾഡർ മാർക്ക് ചെയ്യാം. ഫോൾഡഡ് ആയിട്ടുള്ള ഭാഗത്ത് നിന്ന് 7 ഇഞ്ച് ഷോൾഡർ മാർക്ക് ചെയ്യുന്നുണ്ട്. 7.5 ഇഞ്ചാണ് ആം ഹോളിന് മാർക്ക് ചെയ്യുന്നത്. രണ്ടും കൂടി ചേർത്തിട്ട് നമുക്ക് ബാക്കിലെ ആം ഹോൾ ആദ്യം കുഴിച്ച് വരയ്ക്കാം. അപ്പോൾ ഇതുപോലെ ബാക്കിലെ ആം ഹോൾ കുഴിച്ച് വരച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചെസ്റ്റ് അളവ് മാർക്ക് ചെയ്യാം. ചെസ്റ്റ് അളവ് 9 ഇഞ്ചാണ്. അതിനോടൊപ്പം 2 ഇഞ്ചാണ് സാധാരണഗതിയിൽ നമ്മൾ നോർമലായിട്ട് സീം അലവൻസ് കൊടുക്കുന്നത്. പക്ഷേ ഇവിടെ നമ്മൾ എക്സ്ട്രാ ക്ലോത്ത് എടുത്തത് കൊണ്ട് തന്നെ 3 ഇഞ്ച് ഉണ്ട്. 3 ഇഞ്ച് അല്ലെങ്കിൽ 2.5 ഇഞ്ച് ഉണ്ടാവുന്നത് നല്ലതാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ പ്രിൻസസ് കട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് എക്സ്ട്രാ ക്ലോത്ത് ഉണ്ടാവുന്നത് നല്ലതാണ് കേട്ടോ. എന്തായാലും 2നേക്കാൾ കൂടുതൽ നിങ്ങൾ സീം അലവൻസ് ആയിട്ട് കൊടുക്കുക. പിന്നെ നമുക്ക് ഷേപ്പ് മാർക്ക് ചെയ്യാം. ഷോൾഡറിൻ്റെ അവിടെ നിന്ന് താഴോട്ടേക്ക് ഷേപ്പ് ലെങ്ത്ത് 13.5 ഇഞ്ചാണ്. അപ്പോൾ 13.5 ഇഞ്ച് ആദ്യം മാർക്ക് ചെയ്യുന്നുണ്ട്. അവിടെ 8 ഇഞ്ചാണ് ഷേപ്പിൻ്റെ അളവ് എന്ന് പറയുന്നത്. അത് നമ്മൾ മാർക്ക് ചെയ്യുന്നുണ്ട്. അതിനോടൊപ്പം 2 ഇഞ്ചോ അല്ലെങ്കിൽ 2.5 ഇഞ്ച് നമ്മൾ സീം അലവൻസ് ആഡ് ചെയ്യാം. താഴത്തെ അളവും അതുപോലെ തന്നെ 9 ഇഞ്ചാണ്. അതിനോടൊപ്പം നമ്മൾ ഇതേപോലെ സീം അലവൻസ് ആഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ മാർക്ക് ചെയ്ത അളവ് പ്രകാരം നമുക്ക് പോയിന്റ് ഒക്കെ ഒന്ന് യോജിപ്പിച്ചിട്ട് വരയ്ക്കാം. ഇവിടെയൊക്കെ നോർമൽ ഒരേപോലെ തന്നെയാണ് കേട്ടോ. ഇതിലൊന്നും വ്യത്യാസം വരുന്നില്ല. ഫ്രണ്ടിലെ പീസിൽ മാത്രമാണ് വ്യത്യാസം വരുന്നത് കേട്ടോ. നെക്ക് വിഡ്ത്ത് മാർക്ക് ചെയ്യാം. നിങ്ങൾക്ക് 5 ഇഞ്ച് മാർക്ക് ചെയ്യണമെങ്കിൽ 5 ഇഞ്ച് മാർക്ക് ചെയ്യാം. ഞാനിവിടെ 4.5 ഇഞ്ചാണ് മാർക്ക് ചെയ്തത്. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് മാർക്ക് ചെയ്യാം കേട്ടോ. 1/2 ഇഞ്ചിൽ നമ്മൾ ഷോൾഡർ സ്ലോപ്പ് ചെയ്യുന്നുണ്ട്. ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും നമ്മൾ 3 ഇഞ്ചാണ് ലെങ്ത്ത് മാർക്ക് ചെയ്യുന്നത്. എന്നിട്ട് ബോട്ട് നെക്ക് ഇതേപോലെ വരയ്ക്കുക കേട്ടോ. മാർക്ക് ചെയ്ത അളവ് പ്രകാരം നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ആദ്യം നമ്മൾ നെക്കിൻ്റെ അവിടെ മുതൽക്ക് തുടങ്ങിയിട്ട് ബാക്കി എല്ലാ അളവും ഒരേപോലെ നമ്മൾ എന്ത് ചെയ്യുക, കട്ട് ചെയ്തെടുക്കുക. കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഉള്ളിലുള്ള ഒരു പീസ് എടുത്ത് മാറ്റി വയ്ക്കുക. അതായത് ബാക്കിലെ പീസാണ്. അപ്പോൾ അത് എടുത്ത് മാറ്റി വെച്ചതിന് ശേഷം ഫ്രണ്ടിലെ ആം ഹോൾ 1/2 ഇഞ്ചിൽ നമ്മൾ ഒന്നും കൂടി ഡീപ്പായിട്ട് കുഴിച്ച് വരയ്ക്കുക കേട്ടോ. അത് അപ്പം തന്നെ കട്ട് ചെയ്യുക കേട്ടോ. കാരണം നമുക്ക് ഈ ഒരു അളവ് പ്രകാരം വേണം നമുക്കിനി പ്രിൻസസ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം നമ്മുടെ ആം ഹോളിൻ്റെ അളവ് നമുക്ക് വേണം. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, 1/2 ഇഞ്ചിൽ ഇതേപോലെ കുഴിച്ച് വരച്ചിട്ട് അത് അങ്ങനെ തന്നെ കട്ട് ചെയ്യും. ഇനി ശ്രദ്ധിക്കുക, നമ്മൾ താഴെ ഇതേപോലെ 4 ഇഞ്ച് മാർക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഏകദേശം ഒരു സെൻറ്ററിലായിട്ട് 4 ഇഞ്ച് ഇതേപോലെ നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഏറ്റവും ടോപ്പിൽ നിന്ന്, അതായത് ഷോൾഡർ മാർക്ക് ചെയ്ത ഭാഗത്ത് നിന്ന് നമ്മൾ നേരെ താഴോട്ടേക്ക് ഒരു 10 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് എല്ലാവരുടെ കേസിലും 10 ഇഞ്ച് തന്നെ ആയിരിക്കും കേട്ടോ വരിക. അതിനുശേഷം പിന്നെയും നമ്മൾ ഇതേപോലെ 4 ഇഞ്ച് സൈഡിൽ നിന്ന് മാർക്ക് ചെയ്തിട്ട് ഈ 2 പോയിൻറ്റും കൂടി ഇതുപോലെ വരയ്ക്കുന്നുണ്ട്. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അതായത് ടോപ്പിൽ നിന്ന് നേരെ താഴോട്ടേക്ക് നമ്മൾ 10 ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത്. സൈഡിൽ നിന്ന്, അതായത് ഫോൾഡഡ് ആയിട്ടുള്ള ഭാഗത്തു നിന്ന് നമ്മൾ 4 ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഈ താഴത്തെ നമ്മൾ മാർക്ക് ചെയ്ത ലൈനും അതുപോലെ തന്നെ ഈ 10 ഇഞ്ച് വന്ന് നിൽക്കുന്ന ഈ ഒരു പോയിൻറ്റും കൂടി നമ്മൾ ഇതേപോലെ സ്കെയിൽ വെച്ചിട്ട് വരയ്ക്കുക. സ്ട്രെയിറ്റ് ആയിട്ടൊരു ലൈൻ വരയ്ക്കുക. ഇനി ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ ഒരു ആം ഹോളിൻ്റെ ഭാഗം ഇതുപോലെ ടാപ്പ് വെച്ചിട്ട് അതേ ഷേപ്പിൽ ഒന്ന് അളന്നെടുക്കുക. ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമ്മൾ ഫ്രണ്ടിൽ ആം ഹോൾ കട്ട് ചെയ്യണം, എന്നാലേ നമുക്ക് ഇതേപോലെ കറക്റ്റ് അളവ് കിട്ടുള്ളൂ. അപ്പോൾ ഇതേപോലെ കറക്റ്റ് അളവ് എടുത്തതിന് ശേഷം ടാപ്പ് ഒന്ന് മടക്കി പിടിച്ചിട്ട് അതിൻ്റെ കറക്റ്റ് സെൻറ്റർ എത്രയാണെന്നൊന്ന് നോക്കുക. എന്നിട്ട് ആ സെൻറ്റർ ഇതേപോലെ ആം ഹോളിൻ്റെ സൈഡിലൊന്ന് മാർക്ക് ചെയ്യുക. ആം ഹോളിൻ്റെ സെൻറ്ററിൽ നമ്മൾ മാർക്ക് ചെയ്ത പോയിൻറ്റും അതുപോലെ തന്നെ നമ്മൾ നേരത്തെ വരച്ചു വെച്ചിട്ടുള്ള പോയിൻറ്റും തമ്മിൽ സ്കെയിൽ വെച്ചിട്ട് ആംഗിളായിട്ട് വരയ്ക്കാതെ കൈ വെച്ചിട്ട് റാൻഡമായിട്ട് ഇതുപോലെ ഒന്ന് വരയ്ക്കാം. ഒരു റൗണ്ട് ഷേപ്പിൽ വരയ്ക്കുക കേട്ടോ. ഓവർ വൈഡായിട്ടൊന്നും വരയ്ക്കേണ്ട. ജസ്റ്റ് ഒന്ന് റാൻഡമായിട്ട് നിങ്ങൾ ഇതേപോലെ ഒന്ന് വരച്ചാൽ മതി.
അതിനുശേഷം നമ്മളിപ്പോൾ വരച്ചിട്ടുള്ള ഈ ലൈനിൻ്റെ 2 സൈഡിലേക്കും 1/4 ഇഞ്ച് മാർക്ക് ചെയ്യുക. 1/4 ഇഞ്ച് മാർക്ക് ചെയ്ത പോയിന്റും ഈ ഒരു പോയിന്റിലേക്ക് ടച്ച് ചെയ്യുന്ന രീതിയിൽ, ഒരു കണക്ട് ചെയ്യുന്ന രീതിയിൽ നിങ്ങൾ ഇതേപോലെ വരയ്ക്കുക കേട്ടോ. ഏകദേശം കണക്ട് ചെയ്യുന്ന രീതിയിൽ ഇതേപോലെ 1/4 ഇഞ്ചിൽ നമ്മൾ മാർക്ക് ചെയ്ത പോയിന്റും നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെ വരയ്ക്കാം. പിന്നെ നേരെ താഴേക്ക് വരുന്ന സമയത്ത് നമ്മൾ 1 ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമ്മളൊരു ക്രോപ്പ് ടോപ്പ്, പ്രിൻസസ് കട്ട് ബ്ലൗസൊക്കെ ചെയ്യുക, അതായത് ക്രോപ്പ് ടോപ്പ് മോഡലുള്ള ബ്ലൗസൊക്കെ ചെയ്യുകയാണെങ്കിൽ 1 ഇഞ്ച് മാർക്ക് ചെയ്താൽ മതി. നിങ്ങൾ സാരി ബ്ലൗസൊക്കെ ചെയ്യുകയാണെങ്കിൽ 1.5 ഇഞ്ച് ഒക്കെ മാർക്ക് ചെയ്യണം. അത് ഓരോരുത്തരുടെ സൈസിനെ ബേസ് ചെയ്തിട്ടാണ്. ഇപ്പം നിങ്ങൾ 1 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഇതേപോലെ സ്ക്രീനിൽ കാണുന്ന പോലെ വരച്ചാൽ മതി. നമുക്ക് നമ്മൾ വരച്ച അളവ് പ്രകാരം കട്ട് ചെയ്യാം. നമ്മൾ ഈ എക്സ്ട്രാ മാർക്ക് ചെയ്ത 1 ഇഞ്ചിൽ കൊടുത്തിട്ടുള്ള ആ ലൈനിലൂടെ കട്ട് ചെയ്ത് വരുമ്പോൾ 1/4 ഇഞ്ചിൽ നമ്മൾ മാർക്ക് ചെയ്ത ഒരു പോയിന്റിലാണ് കട്ട് ചെയ്യേണ്ടത്. അതുപോലെ മറ്റേ ഭാഗം കട്ട് ചെയ്യുന്ന സമയത്തും ഇപ്പുറത്തെ പോയിന്റിലാണ് കട്ട് ചെയ്യേണ്ടത്. നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെയാണ് കട്ട് ചെയ്യേണ്ടത് കേട്ടോ. ആ സെൻറ്ററിലെ പോയിന്റ് അല്ല, 2 സൈഡിൽ നമ്മൾ മാർക്ക് ചെയ്ത പോയിന്റാണ് കട്ട് ചെയ്യേണ്ടത്. ലൈനിങ് കട്ട് ചെയ്ത അതേ അളവിൽ നമ്മൾ നല്ല പീസും കൂടി കട്ട് ചെയ്തെടുക്കുക. നല്ല പീസ് കട്ട് ചെയ്തെടുക്കുന്ന സമയത്ത് ഫ്രണ്ടിലേക്ക് 3 പീസ് ഉണ്ടാവും. അപ്പോൾ അതുപോലെ തന്നെ കട്ട് ചെയ്തെടുക്കുക കേട്ടോ. സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി തുടങ്ങാം. അതായത് നമ്മൾ ആദ്യം സ്റ്റിച്ച് ചെയ്യുന്നത് ബാക്കിലെ പീസാണ്. ഫ്രണ്ടിലെ പീസിൽ ഒരുപാട് സ്റ്റിച്ചിങ് വ്യത്യാസം വരുന്നതുകൊണ്ട് നമ്മൾ ആദ്യം ബാക്കിലെ പീസാണ് ചെയ്യുന്നത്. ബാക്കിലെ പീസിന് നല്ല വശം വയ്ക്കുന്നുണ്ട്. അതിൻ്റെ കറക്റ്റ് മുകളിലായിട്ട് നമ്മൾ ലൈനിങ് വെച്ച് കൊടുക്കുന്നുണ്ട്. ലൈനിങ് വെച്ച് കൊടുത്തതിന് ശേഷം പിൻ കുത്തി കൊടുക്കുക. ബാക്കിലെ പീസ് നമ്മൾ ക്യാൻവാസ് പേപ്പർ ഇല്ലാതെയാണ് നെക്ക് ചെയ്യുന്നത്. ഫ്രണ്ടിലെ പീസിൽ മാത്രമേ ക്യാൻവാസ് പേപ്പർ വെച്ചിട്ട് ചെയ്യുന്നുള്ളൂ. അപ്പോൾ 2 രീതിയും ഇതിൽ കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ക്യാൻവാസ് പേപ്പർ ഇല്ലാത്തവർക്ക് എങ്ങനെയാണ് ചെയ്യാന്നുള്ളതും കൂടി അറിയാൻ വേണ്ടിയിട്ടാണ് 2 മെത്തേഡിലും നമ്മൾ കാണിക്കുന്നത്. നന്നായിട്ട് പിൻകുത്തി കൊടുക്കുക കേട്ടോ, അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇളകി പോകും. അതുകൊണ്ട് നല്ല രീതിയിൽ പിൻകുത്തി കൊടുക്കുക. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ ആം ഹോളിൻ്റെ സൈഡ് സ്റ്റിച്ച് ചെയ്യുക. ഷോൾഡറിൻ്റെ ഭാഗം സ്റ്റിച്ച് ചെയ്യരുത്, ആം ഹോളിൻ്റെ സൈഡ് സ്റ്റിച്ച് ചെയ്തിട്ട് അവിടെ ലോക്ക് ചെയ്യുക. അതിനുശേഷം നെക്ക്, ആ റൗണ്ട് ഷേപ്പിലുള്ള നെക്ക് അതുപോലെ തന്നെ റൗണ്ട് ഷേപ്പിൽ സ്റ്റിച്ച് ചെയ്യുക. പിന്നെ നമ്മൾ ഓപ്പോസിറ്റ് സൈഡിലുള്ള ആം ഹോളിൻ്റെ ഭാഗം സ്റ്റിച്ച് ചെയ്യുക. അതിന് ശേഷം താഴ്വശവും കൂടി നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്യുക. താഴ്വശവും കൂടി നമ്മൾ ഈ ഒരു രീതിയിൽ സ്റ്റിച്ച് ചെയ്യുകയാണെങ്കിൽ പിന്നെ താഴ്വശം നമുക്ക് മടക്കി തയ്ക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അതുകൊണ്ട് താഴ്വശം ഈ രീതിയിൽ സ്റ്റിച്ച് ചെയ്യുക കേട്ടോ. താഴ്വശം നിങ്ങൾ ഈ ഒരു രീതിയിലല്ല, സാധാരണ 2 മടക്കാക്കിയിട്ടാണ് സ്റ്റിച്ച് ചെയ്യാൻ ഉദ്ദേശിക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യമേ അളവെടുക്കുന്ന സമയത്ത് 1.5 ഇഞ്ച് സീം അലവൻസ് ആഡ് ചെയ്യണം കേട്ടോ. ഈ രീതിയിൽ ചെയ്യുകയാണെങ്കിൽ മാത്രമേ 1 ഇഞ്ച് പറ്റത്തുള്ളൂ. ഇതുപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. സൈഡ് സ്റ്റിച്ച് ചെയ്യരുത് കേട്ടോ, കാരണം ഞാൻ ഈ പറഞ്ഞ അത്രയും ഭാഗങ്ങൾ സ്റ്റിച്ച് ചെയ്തെടുക്കുക. ലൈനിങ് ആണ് കറക്റ്റ് അളവ്. അപ്പോൾ ലൈനിങ്ങിൻ്റെ അളവിലേക്ക് നമ്മൾ എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ നല്ല ക്ലോത്തിലുള്ള എക്സ്ട്രാ തുണികളൊക്കെ കട്ട് ചെയ്യുക. അതിനുശേഷം ഈ 1/4 ഇഞ്ചിലുള്ള ക്ലോത്തിൽ നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ കൊടുത്തിട്ടുള്ള സ്റ്റിച്ചിൽ കൊള്ളാതെ ചെറിയ ചെറിയ കട്ട് കൊടുക്കുക. അത് എല്ലാ ഭാഗത്തും കൊടുക്കണം കേട്ടോ, കാരണം നമുക്ക് മറിച്ചെടുക്കുമ്പോൾ ഫ്ലെക്സിബിളായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് നമ്മൾ എവിടെയൊക്കെ സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ടോ ആ ഭാഗങ്ങളിലൊക്കെ എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ ചെറിയ ചെറിയ കട്ട് കൊടുക്കുക കേട്ടോ. അതിനുശേഷം നമുക്ക് ഈ ഒരു സൈഡ് വശം, അതായത് പിന്നെ നമ്മുടെ സൈഡും അതുപോലെ തന്നെ ഷോൾഡറും ആണ് സ്റ്റിച്ച് ചെയ്യാത്തതായിട്ട് ഉണ്ടാവുക. അപ്പോൾ സൈഡ് വശത്ത് കൂടെ നമുക്കിതൊന്ന് മറിച്ചിട്ടെടുക്കാം. അതായത് നല്ല വശത്തിൻ്റെ ബാക്കിലേക്ക് ലൈനിങ് വരുന്ന രീതിയിൽ മറിച്ചിട്ടെടുക്കുക. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്തൊന്ന് അയൺ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അയൺ ചെയ്ത് കൊടുക്കാം. കുറച്ചും കൂടി നല്ല രീതിയിൽ സ്റ്റിച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ അയൺ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അയൺ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ ഈ കൊടുത്തിട്ടുള്ള സ്റ്റിച്ചസൊക്കെ ഒന്ന് പതിച്ചും കൂടി സ്റ്റിച്ച് ചെയ്യാതെ, കാരണം അതവിടെ നല്ല രീതിയിൽ എന്താ പറയുക സെക്യൂർ ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ്. ലൈനിങ് പുറത്തേക്കൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട്, നല്ല രീതിയിൽ ഇരിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുക, ഇത്രയും ഭാഗങ്ങളിൽ ഒന്നുകൂടി പതിച്ച് സ്റ്റിച്ച് ചെയ്യും. ഇതുപോലെ നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരൊറ്റ സ്റ്റിച്ചിൽ തന്നെ നമുക്ക് ഒരുവിധം എല്ലാ ഭാഗങ്ങളും നമ്മൾ ചെയ്ത് കഴിഞ്ഞു. കാരണം എന്താ വെച്ചാൽ ഇതൊരു സ്ലീവ്ലെസ് ആയിട്ടുള്ള ടോപ്പാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്ലീവിൻ്റെ ഭാഗം ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്യേണ്ട ആവശ്യമില്ല. നെക്ക് ഓൾറെഡി ഫിനിഷ് ചെയ്ത് കിട്ടി, പിന്നെ താഴ്വശവും നമ്മുടെ ഓൾറെഡി ഫിനിഷായി കിട്ടി. ഇനി നമ്മൾ ചെയ്യണത് എന്താണെന്ന് വെച്ചാൽ ഇതിൽ ഒരു ഓപ്പണിംഗ് ആണ് കൊടുക്കുന്നത്. ഇത് ബാക്കിലെ പീസാണ്. അപ്പോൾ ബാക്കിലെ പീസിൽ ഒന്നെങ്കിൽ ഓപ്പണിംഗ് കൊടുക്കണം, അല്ലാന്നുണ്ടെങ്കിൽ സിബ് അറ്റാച്ച് ചെയ്യണം. നിങ്ങൾക്ക് സിബ് അറ്റാച്ച് ചെയ്യാനാണ് ഇഷ്ടം എന്നുണ്ടെങ്കിൽ സിബ് എങ്ങനെയാണ് അറ്റാച്ച് ചെയ്യുന്ന വീഡിയോ എന്നുള്ളത് ഞാനിവിടെ ഐക്കാർഡിൽ ലിങ്ക് കൊടുക്കാം. അപ്പോൾ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ അറിയാത്തവരാണെങ്കിൽ അത് കണ്ടാലും മതി കേട്ടോ. അപ്പോൾ നമ്മളിവിടെ ചെയ്യുന്നത് ഓപ്പണിംഗ് ആണ്. അപ്പോൾ ഞാൻ കറക്റ്റ് ഇതേപോലെ ബാക്കിലെ പീസ് സെൻറ്റർ, അതായത് കറക്റ്റ് അതായത് ഒരേപോലെ കറക്റ്റ് മടക്കിയിടുക. എല്ലാ വശങ്ങളും ഒരുപോലെയുള്ള രീതിയിൽ മടക്കിയിട്ടതിന് ശേഷം സെൻറ്റർ നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് വേണ്ടത് 3 ഇഞ്ച് വിടുത്തുള്ളൊരു പീസ് വേണം. അതുപോലെ തന്നെ 2 ഇഞ്ച് വിടുത്തുള്ളൊരു പീസും ഇതേപോലെ വേണം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നല്ല ക്ലോത്ത് എടുത്താൽ അത്രയും നല്ലത്. ഇനി നിങ്ങളുടെ കയ്യിൽ നല്ല ക്ലോത്ത് ഇല്ലാന്നുണ്ടെങ്കിൽ ഉള്ളിലേക്ക് പോകുന്ന പീസ് ലൈനിങ് എടുത്താലും മതി. അപ്പോൾ ഇതേപോലെ ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടെന്ന് വെച്ചാൽ മുകൾ വശം, അതായത് നെക്കിൻ്റെ ഭാഗവും അതുപോലെ തന്നെ താഴ്വശവും നമ്മൾ ഓൾറെഡി ഫിനിഷ് ചെയ്തതാണ്. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യാന്ന് വെച്ചാൽ നല്ല ക്ലോത്തിൻ്റെ മുകളിൽ നല്ല വശം വെച്ചിട്ട് 1/2 ഇഞ്ച് ഉള്ളോട്ടേക്ക് മടക്കി കൊടുക്കുക. നമ്മൾ ആദ്യം 2 ഇഞ്ച് വിടുത്തുള്ള ഭാഗമാണ് ചെയ്യുന്നത്. ഹൂക്ക് കൊടുക്കുന്ന ഭാഗത്തേക്ക് വേണ്ടിയിട്ടാണ് 2 ഇഞ്ച് വിടുത്തുള്ള പീസ് എടുക്കുന്നത്. ആ ഐ കൊടുക്കുന്ന ഭാഗത്താണ് 3 ഇഞ്ച് വിടുത്തുള്ള പീസ് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ അതേപോലെ 1/2 ഇഞ്ച് ഉള്ളോട്ടേക്ക് മടക്കി കൊടുത്തിട്ട് താഴെ വരെ നമ്മൾ സ്റ്റിച്ച് ചെയ്യുക.
താഴെ എത്തുന്ന സമയത്ത് എക്സ്ട്രാ ക്ലോത്ത് ഉണ്ടെങ്കിൽ അത് കട്ട് ചെയ്തിട്ട് താഴ്വശത്തും എന്ത് ചെയ്യുക, 1/2 ഇഞ്ച് ഉള്ളോട്ട് മടക്കി കൊടുക്കുക. കാരണം ഓൾറെഡി നമ്മൾ നെക്കും അതുപോലെ തന്നെ താഴ്വശവും ഫിനിഷ് ചെയ്തുകൊണ്ടാണ് ഇങ്ങനെ മടക്കി കൊടുക്കാൻ വേണ്ടി പറയുന്നത് കേട്ടോ. ഇതുപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ ഇതുപോലെ നിവർത്തുമ്പോൾ, അതായത് ഇപ്പോൾ നല്ല വശത്താണല്ലോ ഇരിക്കുന്നത്, അപ്പോൾ ഇത് നിവർത്തുമ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും ഈ ഒരു പീസും ഓൾറെഡി മുകൾ വശവും അതുപോലെ തന്നെ താഴ്വശവും ഫിനിഷ് ആയിട്ടാണ് ഉണ്ടാവുക. അപ്പോൾ ഇതിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യാൻ വേണ്ടി പറയുന്നത്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആദ്യം ഒരു മടക്കുക, പിന്നെ ഒരു മടക്കിയിട്ട് നമ്മൾ ഒന്നും കൂടി സ്റ്റിച്ച് ചെയ്യുക. ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ഈ ഒരു ക്ലോത്ത്, അതായത് എക്സ്ട്രാ വെച്ചിട്ടുള്ള ക്ലോത്ത് പുറത്തേക്ക് വിസിബിൾ ആവാത്ത രീതിയിൽ, അതായത് പുറത്തേക്ക് കാണാത്ത രീതിയിലാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യേണ്ടത്. അപ്പോൾ ഇതേപോലെ നമ്മൾ ആദ്യം ഒരു മടക്കി പിന്നെ ഒരു മടക്കും കൂടി മടക്കിയിട്ട് പുറത്തേക്ക് കാണാത്ത രീതിയിൽ ഇത് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെയാണ് നമ്മൾ രണ്ടാമത്തെ പീസും ചെയ്യുക. പക്ഷേ രണ്ടാമത്തെ പീസ് ചെയ്യുന്ന സമയത്ത് പുറത്തേക്ക് കാണുന്ന രീതിയിലാണ് ചെയ്യാമെന്ന് മാത്രം. 3 ഇഞ്ച് വിടുത്തുള്ള പീസ് എടുത്തിട്ടുണ്ട്. നേരത്തെ ചെയ്ത പോലെ തന്നെ മുകളിൽ 1/2 ഇഞ്ച് മടക്കി കൊടുക്കുന്നുണ്ട്, താഴെ 1/2 ഇഞ്ച് മടക്കിയിട്ട് നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്യുന്നുണ്ട്. അതിന് ശേഷം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആദ്യം ഒരു മടക്കി പിന്നൊരു മടക്കുന്ന സമയത്ത് പുറത്തേക്ക് കാണുന്ന രീതിയിലാണ് നമ്മൾ കൊടുക്കുന്നത്. ഇത് ഉള്ളിലേക്ക് പോകുന്ന വശമാണ്, നേരത്തെ ചെയ്തതാണ് മുകളിൽ വരുന്ന വശം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു പീസ് പുറത്തേക്ക് കാണുന്ന രീതിയിൽ സ്റ്റിച്ച് ചെയ്താലും അത് പുറമേ കാണില്ല കേട്ടോ. ഇതേപോലെ പുറത്തേക്ക് കാണുന്ന രീതിയിൽ ഇതൊന്ന് സ്റ്റിച്ച് ചെയ്ത്, ഇതുപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിയുന്ന സമയത്ത് ഇതിന് 2 സൈഡിലായിട്ട് ഇതുപോലെ ഒരു ഓപ്പണിംഗ് ഉണ്ടാവും. അപ്പോൾ ആ ഒരു ഭാഗം കൂടി നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു പെർഫെക്ഷൻ ഫീൽ ചെയ്യും. ഇനി അതെല്ലാം നിങ്ങൾ ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, പക്ഷെ ചെയ്താൽ കുറച്ചും കൂടി പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും കേട്ടോ. ഇനി നമുക്ക് ഫ്രണ്ടിലെ പീസ് എടുക്കാം. ഫ്രണ്ടിലെ പീസിൻ്റെ നല്ല വശത്തിന് മുകളിൽ ലൈനിങ് ഞാൻ ഇതേപോലെ വെച്ചിട്ട് പിൻ കുത്തി കൊടുത്തിട്ടുണ്ട്. കാരണം വേറെ സെപ്പറേറ്റ് ആയിട്ട് ഞാൻ കട്ട് ചെയ്തിട്ടില്ല. ഒറ്റ പീസിൻ്റെ മുകളിൽ നമ്മുടെ ഈ 3 പീസും ഇതേപോലെ വെച്ചിട്ട് പിൻ കുത്തി കൊടുത്തിട്ടാണ്. അതിനുശേഷം എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഞാൻ ക്യാൻവാസ് പേപ്പറും കൂടി ഇതേപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട്. സെൻറ്ററിലെ പീസിലാണ് നെക്ക് വരുന്നത്. അപ്പോൾ ആ ഭാഗത്ത് ഞാൻ ക്യാൻവാസ് പേപ്പറിൽ 3 ഇഞ്ച് ഇറക്കത്തിൽ 4.5 ഇഞ്ച് വിടുത്തിൽ ഞാൻ ഇതേപോലെ ബോട്ട് നെക്ക് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ആ ബോട്ട് നെക്ക് കട്ട് ചെയ്ത പീസും കൂടി ഞാൻ ഇതിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ആം ഹോളിൻ്റെ വശമാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. ഇത് എന്താ പറയുക, 3 പീസാണ്. അപ്പോൾ നമുക്ക് ഓരോ പീസും കട്ട് ചെയ്ത് സെപ്പറേറ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്യണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. അതല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ ലൈനിങ് സെപ്പറേറ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്, നല്ല ക്ലോത്ത് ഒറ്റ ക്ലോത്ത് എടുത്തിട്ട് ഇതേപോലെ ചെയ്താലും മതി. അത് നിങ്ങൾക്ക് ഏതാണ് എളുപ്പം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതാണ് കുറച്ചും കൂടെ നല്ലതായിട്ട് തോന്നുന്നതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ആ രീതിയിൽ ചെയ്യാം കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് സെപ്പറേറ്റ് ആയിട്ട് ചെയ്യേണ്ടതെന്നുള്ള വീഡിയോ നമ്മൾ നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ വേണമെങ്കിൽ ഇവിടെ ഐക്കാർഡിൽ കൊടുക്കാം. അപ്പോൾ ഞാൻ ഇതേപോലെ ഒന്നിച്ച് വെച്ചിട്ടാണ് ചെയ്യുന്നത്. സെയിം നമ്മൾ ബാക്കിലെ പീസ് ചെയ്ത പോലെ തന്നെയാണ് ആം ഹോളിൻ്റെ വശം. ഷോൾഡർ സ്റ്റിച്ച് ചെയ്യരുത്. പിന്നെ നമ്മുടെ നെക്കിൽ ക്യാൻവാസ് പേപ്പറിൽ ഇരിക്കുന്ന നെക്കിൻ്റെ ഷേപ്പ് പോലെ തന്നെ നെക്ക് സ്റ്റിച്ച് ചെയ്യുക. പിന്നെ ഓപ്പോസിറ്റ് സൈഡിലുള്ള ആം ഹോളിൻ്റെ വശം സ്റ്റിച്ച് ചെയ്യുക, താഴ്വശം സ്റ്റിച്ച്. ഇതുപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്കിതിനെ 3 പീസായിട്ട് സെപ്പറേറ്റ് ചെയ്യാം. പിന്നെ എക്സ്ട്രാ ക്ലോത്തുകളൊക്കെ കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ചെറിയ കട്ട് കൊടുത്തിട്ട് മറിച്ചെടുക്കുക. നേരത്തെ നമ്മൾ ചെയ്തത് ഒറ്റ പീസിലാണ്, ഇത് 3 പീസിലാണെന്നുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ കേട്ടോ. സെയിം ഒരേപോലെ തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. അതിനുശേഷം മറിച്ചെടുത്തതിന് ശേഷം അതൊന്ന് പതിച്ചടിക്കുക. അപ്പോൾ എവിടേക്കാണോ സ്റ്റിച്ച് കൊടുത്തതെന്ന് വെച്ചാൽ അത്രയും ഭാഗങ്ങൾ ഇതേപോലെ ഒന്ന് പതിച്ചടിക്കുക. ഞാനിപ്പം കാണിക്കുന്ന രീതിയിലാണ് ഷോൾഡർ ജോയിൻ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ സെൻറ്ററിലെ പീസ് മറിച്ചെടുക്കുന്നതിന് മുന്നേ ഇതേപോലെ ചെയ്യുക കേട്ടോ. എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സെൻറ്ററിലുള്ള പീസിലാണ് ഷോൾഡർ ഇരിക്കുന്നത്. അപ്പോൾ ആ പീസ് മറിക്കുന്നതിന് മുന്നേ ഇതേപോലെ വെക്കാം. അതായത് അതിൻ്റെ ചീത്ത വശമാണ് ഇരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഉള്ളിലൂടെ നമ്മൾ എന്ത് ചെയ്യുക, ബാക്കിലെ പീസ് ഇതേപോലെ കടത്തി കൊടുക്കുക. നിങ്ങൾ കാണുന്ന രീതിയിൽ ആ ഒരു ഷോൾഡർ ഉള്ളിലൂടെ ഇതേപോലെ എടുക്കുക. എടുത്തിട്ട് എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ നല്ല വശത്തിൻ്റെ മുകളിൽ ബാക്കിലെ പീസിൻ്റെ നല്ല വശം വെക്കുന്ന രീതിയിൽ വെക്കുക. ലൈനിങ്ങിൻ്റെ മുകളിൽ ലൈനിങ് വരുന്ന രീതിയിൽ വെക്കുക. ഇങ്ങനെ നമ്മൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഏതെങ്കിലും ഒരു നെക്ക് പതിച്ചടിക്കാണ്ടിരിക്കണം. അപ്പോൾ നമ്മൾ ഓൾറെഡി ബാക്കിലെ നെക്ക് പതിച്ചടിച്ചതാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു സമയത്ത് ഇത് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇതേപോലെ ചെയ്തതിന് ശേഷം നമ്മൾ ഈ ഒരു ക്യാൻവാസ് പേപ്പറും അതുപോലെ തന്നെ ഈ കട്ട് ചെയ്തൊരു പീസും ഇതേപോലെ പുറത്തേക്ക് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കും. ആ പീസിന് എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ ലൈനിങ്ങിൻ്റെ വശത്തേക്ക് വെക്കുക. ലൈനിങ്ങിൻ്റെ വശത്തേക്ക് വെച്ചിട്ട് അവിടെ എന്ത് ചെയ്യുക, ഒരു പിന്നെടുത്ത് കുത്തി കൊടുക്കുക. അതിനുശേഷം ഷോൾഡർ സാധാരണ ജോയിൻ ചെയ്യുന്ന പോലെ 2 സ്റ്റിച്ച് കൊടുത്തിട്ട് ഷോൾഡർ ഒന്ന് ജോയിൻ ചെയ്യുക. ഷോൾഡർ സാധാരണ നമ്മൾ ജോയിൻ ചെയ്യുന്ന പോലെ തന്നെ 2 സ്റ്റിച്ച് കൊടുത്തിട്ട് ഷോൾഡർ ജോയിൻ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ മറിച്ചെടുക്കുമ്പോൾ കാണാൻ വേണ്ടി പറ്റും, നമുക്ക് നല്ല രീതിയിൽ പെർഫെക്റ്റ് ആയിട്ട് ഷോൾഡർ അവിടെ ഫിനിഷ് ചെയ്തിട്ടുണ്ടാവും. അതുമാത്രമല്ല ലൈനിങ്ങിൻ്റെ ഉള്ളിലായിരിക്കും ആ സെൻറ്ററിലുള്ള സ്റ്റിച്ച് ഉണ്ടാവുന്നത്, ലൈനിങ്ങിൻ്റെ പുറത്തേക്കായിരിക്കില്ല ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾക്ക് സാധാരണ നോർമൽ ചെയ്യുന്ന പോലെ ചെയ്താൽ മതി എന്നുണ്ടെങ്കിൽ എല്ലാ സ്റ്റിച്ചിങ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ഷോൾഡർ ജോയിൻ ചെയ്താൽ മതി. അതല്ല ഇങ്ങനെ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു നെക്ക് സ്റ്റിച്ച് ചെയ്ത് ഫിനിഷ് ചെയ്യുന്നതിൻ്റെ മുന്നേ ഇതുപോലെ ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതേപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യുക, ഓപ്പോസിറ്റ് പീസിലും എടുക്കുന്നുണ്ട്. നെക്ക് ഫിനിഷ് ചെയ്തതിന് ശേഷം നമ്മൾ ഈ നല്ല ക്ലോത്ത് മറിച്ചെടുക്കുക. മറിച്ചെടുത്തതിന് ശേഷം അതിൻ്റെ ആ ആം ഹോളിൻ്റെ ഭാഗവും അതുപോലെ തന്നെ നെക്കിൻ്റെ ഭാഗവും നമ്മളൊന്നും കൂടി ഫിനിഷ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാം.
നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു രീതിയിൽ ഷോൾഡർ ജോയിൻ ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു 1-2 വട്ടം നിങ്ങളൊന്ന് വീഡിയോ കാണുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇനി അതെല്ലാം നിങ്ങൾക്ക് ഇത് കുറച്ച് ബുദ്ധിമുട്ടായിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നോർമൽ സാധാരണ സ്റ്റിച്ച് ചെയ്യുന്ന പോലെ സ്റ്റിച്ച് ചെയ്താലും മതി. ഇനിയാണ് നമ്മൾ നമ്മുടെ പ്രിൻസസ് കട്ട് ടോപ്പിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗത്തേക്ക് വരുന്നത്. നമുക്ക് ഈ ഫ്രണ്ടിൽ 3 പീസായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ അതിന് തമ്മിൽ ജോയിൻ ചെയ്യണം. അപ്പോൾ കറക്റ്റ് ഇതേപോലെ എന്ത് ചെയ്യുക, വെച്ച് കൊടുക്കുക. നല്ല വശത്തിന് മുകളിൽ നല്ല വശം വെക്കുക. എന്നിട്ട് പിൻ കുത്തി കൊടുക്കുക. ഈ താഴേക്ക് വരുന്ന ഭാഗം നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല. മുകൾ വശം സ്റ്റിച്ച് ചെയ്യാനാണ് ബുദ്ധിമുട്ടുണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് താഴത്തെ ഭാഗം നിങ്ങൾ ആദ്യം പിൻ കുത്തി കൊടുക്കുക. പിന്നെ ശ്രദ്ധിക്കുക, വളരെ ശ്രദ്ധിച്ചിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാൻ. കാരണം ഇത് നമ്മൾ സ്ലീവ്ലെസ് ആയിട്ടുള്ള ടോപ്പാണ്. അപ്പോൾ ആ ആം ഹോളിൻ്റെ ഭാഗം നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടണം. അല്ലാന്നുണ്ടെങ്കിൽ അവിടെ എന്താ പറയുക, ഒന്ന് പൊങ്ങിയും ഒന്ന് താഴ്ന്നിട്ടും ഒക്കെ ഇരിക്കുമ്പോൾ അത് വൃത്തികേടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ആ ഭാഗമൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ചുളിവുകളില്ലാതെയും വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം മെല്ലെ പതിയെ സമയം എടുത്തിട്ട് തന്നെ ഈ ഒരു ഭാഗം നിങ്ങൾ സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ. മെല്ലെ തന്നെ ചെയ്യുക കേട്ടോ. അതായത് ആ മുകളിൽ നമ്മൾ ആ ആം ഹോളിൻ്റെ കറക്റ്റ് ഒരേപോലെ വെച്ചിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വരുന്ന സമയത്ത് ഈ ഒരു ഷേപ്പ് നമുക്ക് കുറച്ചൊരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് മെല്ലെ പതിയെ തന്നെ ചെയ്യുക. ഒരു കാരണവശാലും സൂചി എടുക്കണ്ട. അതായത് നിർത്തി ചെയ്തോളൂ. പക്ഷേ സൂചി എടുത്തിട്ട് പിന്നെ സൂചി കൊടുക്കുന്ന സമയത്ത് ചിലപ്പം സ്റ്റിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോയിപ്പോവും. അപ്പോൾ അതുകൊണ്ട് സൂചി അവിടെ തന്നെ വെക്കുക. നിങ്ങൾക്ക് നിർത്തി മെല്ലെ പതിയെ ചെയ്യാം കേട്ടോ. മെല്ലെ പതിയെ ചെയ്തിട്ട് പിന്നെ ഈ സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഭാഗം വരുമ്പോൾ നിങ്ങൾക്ക് സ്പീഡിൽ ചെയ്യാം. പക്ഷേ ആ ഒരു ഭാഗം, അതായത് ആ ഒരു ഷേപ്പ് നിങ്ങൾ അതേപോലെ തന്നെ മെല്ലെ പതിയെ ചുളിവുകളില്ലാണ്ട് ചെയ്യാം. അപ്പോൾ ഇതുപോലെ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് കണ്ടോ, നിവർന്നിരിക്കുന്ന സമയത്ത് ഇതുപോലെയാണ്, ചുളിവുകളില്ലാതെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഫ്രണ്ടിലൂടെ ഒരു സ്റ്റിച്ച് കൊടുത്തിട്ടൊന്ന് പതിച്ച് അടിക്കണം എന്നുണ്ടെങ്കിൽ അടിക്കാം. പക്ഷെ അങ്ങനെ വരുന്ന സമയത്ത് ഫ്രണ്ടിൽ ആ ഒരു സ്റ്റിച്ച് എടുത്ത് കാണിക്കാം. അപ്പോൾ അതിലും നല്ലത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ 2 സ്റ്റിച്ച് കൊടുക്കുന്നത്. അതായത് ഇപ്പോൾ നമ്മളൊരു സ്റ്റിച്ചല്ലേ കൊടുത്തത്, അതിൻ്റെ മുകളിൽ ഒരു സ്റ്റിച്ചും കൂടി കൊടുത്തിട്ട് സെക്യൂർ ചെയ്യുന്നതാണ് നല്ലത്. കാരണം ഫ്രണ്ടിലെ ഭാഗമാണ്, പെട്ടെന്ന് സ്റ്റിച്ച് വിട്ട് പോയി കഴിഞ്ഞാൽ അതൊരു അഭംഗിയായിരിക്കും. അപ്പോൾ അതുകൊണ്ട് 2 സ്റ്റിച്ച് കൊടുത്തിട്ട് സെക്യൂർ ചെയ്യുന്നതാണ് നല്ലത് കേട്ടോ. നമുക്ക് സൈഡും കൂടി ജോയിൻ ചെയ്യാന്നുള്ളത് മാത്രമേ ചെയ്യാനുള്ളൂ. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, ബാക്കിലെ പീസ് നിങ്ങൾ ആദ്യമേ ഹൂക്ക് കൊടുക്കുന്നുണ്ടെങ്കിൽ കൊടുക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ ഇതേപോലെ പിൻ കുത്തി കൊടുക്കുക. എന്നിട്ട് ഇതേപോലെ എന്തായാലും നമുക്ക് ഫ്രണ്ടിലെ പീസും അതുപോലെ തന്നെ ബാക്കിലെ പീസും തമ്മിൽ വ്യത്യാസം ഉണ്ടാകും. അപ്പോൾ അതിനെ ഒരേപോലെ വെച്ച് എടുക്കരുത്. കറക്റ്റ് ഷോൾഡർ സെൻറ്റർ ടു സെൻറ്റർ വെക്കുന്ന രീതിയിൽ വെച്ചിട്ട് വേണം ഇതേപോലെ സൈഡിൽ പിൻ കുത്തി കൊടുക്കാൻ. എന്നിട്ട് നമ്മുടെ സൈഡിലുള്ള അളവ് പ്രകാരം നമ്മൾ സൈഡ് സ്റ്റിച്ച് ചെയ്യുക. എന്നിട്ട് ഫ്രണ്ടിൽ അത്ര തന്നെ മതി സീം അലവൻസ് നമുക്ക് ബാക്കിലും. അപ്പോൾ ബാക്കിൽ എക്സ്ട്രാ ഉണ്ടെങ്കിൽ അത് കട്ട് ചെയ്ത് കളയുക കേട്ടോ. ഇനി ഇതിലേക്ക് ഹൂക്കും കൂടി വെച്ചെടുക്കുക. അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ഇതേപോലെ പ്രിൻസസ് കട്ട് രീതിയിലുള്ള ക്രോപ്പ് ടോപ്പ് ചെയ്തെടുക്കാം. പിന്നെ ലെങ്ത്ത് നിങ്ങളുടെ ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് ലെങ്ത്ത് കുറച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ കുറച്ച് ലെങ്ത്ത് കുറച്ച് ചെയ്യാം. ലെങ്ത്ത് കൂട്ടി ചെയ്യണമെന്നുണ്ടെങ്കിൽ കൂട്ടി ചെയ്യാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. ഇതാണ് ഫൈനലായിട്ടുള്ള ലുക്ക്. അപ്പോൾ ഇതിൻ്റെ പാർട്ട് 2 നമ്മൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ. കൂടുതൽ വീഡിയോസിനായിട്ട് ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. താങ്ക് യു ഫോർ വാച്ചിങ്. ലവ് യു ഓൾ.